വയനാട് എം പി രാഹുൽ ഗാന്ധി വന്യമൃഗ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ വയനാട്ടിൽ 3 പേരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരുന്നത്. തിരുനെല്ലി പഞ്ചായത്തിലെ ലക്ഷ്മണൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാനോ ആ പ്രദേശം സന്ദർശിക്കാനോ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത് വളരെ മോശമായി പോയി. മാത്രമല്ല, മറ്റെല്ലാ കാര്യങ്ങൾക്കും കത്തെഴുതുന്ന രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ കളക്ടറെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധി, ആദിവാസികളുടെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായില്ല എന്നൊക്കെ കാണാൻ വേണ്ടി കഴിയും. അത് ഒരു ശരിയായ നടപടിയല്ല. രാഹുൽ ഗാന്ധി ഇന്ന് അജീഷ് മരിച്ച വീട്ടിൽ പോയി. അവിടെ സ്ഥലം MLA ജനാധിപത്യ മര്യാദ അനുസരിച്ച് അറിയിക്കേണ്ടതാണ്. ഇതെല്ലാം ഒരു പാർട്ടി പരിപാടി. MPന്റെ സന്ദർശനം പാർട്ടിയുടെ രീതിയിലല്ല. ബത്തേരി മണ്ഡലം, കൽപ്പറ്റ മണ്ഡലം MLAമാരെല്ലാം കൂടെയുണ്ടായിരുന്നു. മാനന്തവാടി മണ്ഡലം MLAയെ അറിയിക്കാതിരുന്നതും ഒരു ശരിയായ നടപടിയല്ല. ഈ രീതിയിൽ ആണ് MPയുടെ ഒരു പ്രവർത്തനം. MP എന്ന നിലക്ക് വയനാടിന്റെ കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണ പരാജയമാണെന്ന് കാണാൻ വേണ്ടി കഴിയും. വലിയ അവഗണനയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഹാജർ നില 0ആണ്. അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടേയില്ല. അതുപോലെ തന്നെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൌരവമായിട്ട് ഉയർന്നു വരുമ്പോൾ 620 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് കേരള ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കുന്നത്. അതിന് പിന്തുണ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലോക്സഭയിൽ ഇടപെടാനോ കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെടാനോ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യയിൽ ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാത്ത MPമാരുടെ പട്ടികയിലാണ് രാഹുൽ ഗാന്ധിയുള്ളത്. ഹാജർ നില ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ താഴെയാണ്. കേരളത്തിലെ മറ്റ് MPമാർ പങ്കെടുക്കുന്ന പോലെ അദ്ദേഹം ലോക്സഭയിൽ പങ്കെടുക്കുന്നില്ല. ഇന്ത്യയിൽ MPമാർ പങ്കെടുക്കുന്ന പോലെയും പങ്കെടുക്കുന്നില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ നിലപാട് ഒരു ശരിയായ രീതിയിലല്ല. വയനാട്ടിലെ ജനങ്ങളോട് അവഗണനാപരമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ നേതാവ് നിലയ്ക്ക് തിരക്കൊണ്ടെങ്കിലും MP എന്ന നിലയ്ക്ക് ജനങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത്, ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഇടപെടുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. ഇന്നിപ്പം വീടുകളെല്ലാം സന്ദർശിക്കും. MLAമാരും MPമാരൊക്കെ സാധാരണ വീട് സന്ദർശിക്കും. രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നത് ദേശീയ നേതാവായതുകൊണ്ട് വല്ലപ്പോഴും വിരുന്നുകാരനെ വരുന്ന പോലെ കൊണ്ടാണ് മാധ്യമങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കിട്ടുന്നത്. അല്ലെങ്കിൽ സജീവമായിട്ട് എല്ലാ സമയത്തും മണ്ഡലത്തിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നില വരേണ്ട കാര്യമില്ലല്ലോ. എന്നീ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന കാര്യത്തിൽ എങ്ങനെയാണ്? രാത്രിയാത്രാ നിരോധനം, വലിയ പ്രക്ഷോഭം വയനാട്ടിൽ നടന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം ആ സംഘത്തിൽ ഉൾപ്പെട്ട് അദ്ദേഹത്തിന് കൂടെ പോകാൻ തയ്യാറായില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു. ഡൽഹിയിൽ കേരള ഹൌസിൽ ചെന്ന് കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്ത് അദ്ദേഹം പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കർണാടകയിലെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായി. സുപ്രീം കോടതിയിലാണ് കേസ് നിലനിൽക്കുന്നത് രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നേരത്തെയുള്ള BJP ഗവൺമെന്റ്, കേരള ഗവൺമെന്റൊക്കെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് രാത്രിയാത്രാ നിരോധനം പിൻവലിക്കാൻ പാടില്ല എന്ന സത്യവാങ്മൂലമാണ് കർണാടക സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. മാറ്റി ഏപ്രിൽ മാസം വീണ്ടും കേസ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇടപെട്ടാൽ കർണാടക ഗവൺമെന്റ് നിലപാടിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിലപാട് മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അപ്പോൾ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. രാഹുൽ ഗാന്ധി ഇതിന് തൊട്ടുമുമ്പൂടെ വന്നിരുന്നത് കർണാടക ഗവൺമെന്റ് ക്ഷീര കർഷകർക്കുള്ള ചോളത്തണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരോധിച്ച ദിവസമായിരുന്നു. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കാലിത്തീറ്റ പുല്ലും ഇതൊക്കെ ഇങ്ങോട്ട് ഇറക്കണമെന്ന് പറയണമായിരുന്നല്ലോ. അത്തരം നിലപാട് സ്വീകരിക്കും. യഥാർത്ഥത്തിൽ വയനാടൻ ജനതയോട് രാഹുൽ ഗാന്ധി അങ്ങേയറ്റത്തെ അവഗണനയാണ് കാണിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് ജനങ്ങൾ മനസ്സിലാക്കി ഈ വിഷയത്തിൽ നല്ല പ്രതികരണം ഉയർന്നു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.